ഹലോ ഗായ്സ്, എ വെരി ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഇന്ന് എൻ്റെ ഹോസ്റ്റലിലെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ തന്നെ എൻ്റെ റൂംമേറ്റ്സ് രണ്ടുപേരും ഇരുന്ന് നിഷ്കളങ്കമായി ഇരുന്ന് പഠിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിനുശേഷം അവർ തമ്മിൽ എന്തൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നേക്കാന്ന് വിചാരിച്ച് ഉച്ചക്കത്തെ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. എണീച്ചപ്പോഴത്തെ ഇത്ര ലേറ്റായി. അപ്പോൾ ഇത്തിരി ഫുഡും കുറേ കറികളും ഒക്കെ എടുത്ത് ഇത്തിരി ഉപ്പിടാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഉപ്പിടാനുള്ള അഭ്യാസത്തിൽ ഇടയ്ക്കാണ് ഇതാണ്ട് ഉപ്പിൻ്റെ പാത്രം അങ്ങ് പറന്നു പോകുന്നു. പിന്നെ ഞാൻ ആ പാത്രമെല്ലാം എടുത്തിട്ട് വന്ന് നേരെ റൂമിൽ വന്നപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ഇത്തിരി മീനച്ചാറുണ്ട്, അതും കൂട്ടി ഞാൻ ഒരു പിടി അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ഓരോ കറികളാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനമാണ് ഞാൻ ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ചോറിന് പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാം കൊണ്ടും കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന കുറേ സാധനം അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ എൻ്റെ കെട്ടും തന്ന ഡയറി മിൽക്ക് എടുത്ത് 2 ഷോയും കാണിച്ച് പിന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ച് കുട്ടപ്പത്തിയായി റെഡിയായി ഒന്ന് പുറത്തൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേക്കപ്പ് ഇടുന്ന തിരക്കിലാണ്. പോവാൻ ലേറ്റായി. കൂട്ടുകാരെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് വാരി വലിച്ചുള്ള പുട്ടിയെല്ലാം കൈ കിട്ടിയതെല്ലാം വാരി വലിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നു. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഒന്ന് വേഗം ഇറങ്ങി പോയിക്കൂടെ അല്ലേ? അങ്ങനെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കഴിഞ്ഞ് ക്യാമറയിൽ നോക്കി 2 കോക്കറി എല്ലാം കാണിച്ച് ലാസ്റ്റ് ക്യാമറയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് ലിപ് ഗ്ലോസറൊക്കെ ഇട്ട് എന്തോ മാർക്കറ്റിൽ ചുമ്മാവായി നോക്കാൻ പോകുന്നതിനാണ് ഈ കല്യാണത്തിന് പോകുന്ന പോലെ ഞാൻ മേക്കപ്പ് എടുത്തത്. പിന്നെ ക്യാമറയിൽ 2 കോഷ്ടിയെല്ലാം കാണിച്ച് സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഓർത്തുന്നാൽ പിന്നെ ഇത്തിരി സിന്ദൂരം തൊട്ടാലോ എന്ന് വിചാരിച്ച് ഇത്തിരി തൊടാമെന്ന് വിചാരിച്ച് തൊട്ട് കഴിഞ്ഞപ്പോൾ അതാണെങ്കിൽ ഒന്ന് പാളിയും പോയി. പിന്നെ ഞാൻ ഓർത്ത് എന്തിനാ, തൊട്ട് താഴത്തന്നെ ബോയ്സ് ഹോസ്റ്റലാണ്, അപ്പോൾ പിന്നെ എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ അതങ്ങ് മായച്ചിട്ട് ഞാൻ ആ കണ്ണ് എഴുതി അങ്ങനെ അങ്ങ് ഇറങ്ങി. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, ബോയ്സ് ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താല്ലേ, നമ്മൾ നല്ല പിള്ളേരല്ലേ. പിന്നെ ഒരു പൊട്ടെല്ലാം തൊട്ട് വേഗം റെഡിയായി. അങ്ങനെ റെഡിയായി പോകുന്നതിന് മുമ്പ് കുറച്ച് സുഗന്ധം പരത്തിയേക്കാം എന്ന് വിചാരിച്ച് കുറച്ച് സ്പ്രേ എല്ലാം എടുത്ത് നല്ല വൃത്തിക്ക് അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത പടി. ഇതാണ്ട് സ്പ്രേയുടെ മണ്ടയിലെ സാധനം ഊരിപ്പോന്നു. അങ്ങനെ ആ സാധനം എല്ലാം തിരിച്ചിട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി. അപ്പോഴത്തേക്കും എന്നെ കാത്ത് ഇവർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ നടന്ന് പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് മാളിലേക്കാണ്. നേരെ മാളിൽ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കുറച്ച് പാർട്ട് ടൈം എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ടാണ് പോയത്. അങ്ങനെ ആ പോക്കിൽ ഒരു വാച്ചിൻ്റെ ഷോപ്പ് കണ്ടു. അവിടെ ഇരിക്കുന്ന വാച്ചുകളെല്ലാം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഇവിടെ ഒരു പാർട്ട് ടൈം കിട്ടിയിട്ട് വേണം, അതിൽ നിന്ന് സാലറി കിട്ടിയിട്ട് വേണം എനിക്കൊരു വാച്ച് മേടിക്കാൻ എന്നുള്ള ദൃഢമായ തീരുമാനത്തിൽ ഞാൻ പിന്നെയും പാർട്ട് ടൈം തപ്പി നടന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ സ്റ്റുഡിയോയിലെല്ലാം സ്റ്റുഡിയോയിൽ കയറി ചോദിച്ചു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ചെറിയൊരു ബുക്കിൻ്റെ ഷോപ്പ് കണ്ടു. പക്ഷേ ഞാൻ ഓൺലൈനിൽ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന ബുക്കായിരുന്നു ഇത്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കെട്ടിയവന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി എനിക്ക് എന്തെങ്കിലും മേടിച്ച് തരുവാണെങ്കിൽ എപ്പോഴേലും മേടിച്ച് തരുവാണെങ്കിൽ എനിക്കത് മേടിച്ച് തന്നാൽ മതി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അന്നേരം എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ കപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അത് അടപ്പ് വെച്ച് അടച്ചാൽ മറിയോ ഇല്ലയെന്നറിയാൻ ഞാൻ കോപ്രായം കാണിച്ച് നടന്നു വരിക. അതെങ്ങാനും പറഞ്ഞാൽ ഞാൻ തന്നെ തുടയ്ക്കേണ്ടി വരുവേ. എന്നിട്ട് ഇത് മറിയില്ല എന്ന് ഉറപ്പ് വരുത്തി. അത് കഴിഞ്ഞ് ഞാൻ ഈ പോയിടത്തെല്ലാം CV കൊടുക്കേണ്ടത് കൊണ്ട് ഒരു CV തയ്യാറാക്കി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും വന്ന് ആ കപ്പ് തന്നെ കഴുകിയെടുത്ത് ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. നൈസായിട്ട് അവിടെ നിന്ന് ചൂടുവെള്ളം എടുത്ത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് ചായയല്ല, ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീയുടെ കവറ് പൊട്ടിച്ച് നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. ഓൾറെഡി കപ്പിൽ ചൂടുവെള്ളം എടുത്ത് വെച്ചു. ഇനി ഈ സാധനം കൊണ്ട് അതിനകത്ത് മുക്കി കുറച്ച് നേരം വെച്ചാൽ മതി. അങ്ങനെ ഇതും മുക്കി വെച്ചുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് ഇതിൻ്റെ കളറ് മാറിയിട്ട് വേണേൽ കുടിക്കാൻ. അതുമാത്രമല്ല ഇതിന് നല്ല ചൂടാണ്. ഇപ്പോൾ എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ നല്ല വിഷയമാവും. അങ്ങനെ അതും കൊണ്ട് ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് വന്നു. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ റൂംമേറ്റ്സ് വന്ന് എന്നോട് ചോദിച്ചു നമുക്കൊരു മന്തി മേടിച്ച് കഴിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ മന്തി മേടിച്ചതിന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത് വീഡിയോ എടുക്കുകയാണോ. അപ്പം ഞാൻ പറഞ്ഞു അതെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആൾ പറയാണ് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, എന്നെ കാണിക്കരുതേ എന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കോമഡി ടൈം എല്ലാം കഴിഞ്ഞ് ഇനി ഈറ്റിംഗ് ടൈമാണ്. ഒരാൾ നോക്കിയാൽ ഡീസൻ്റ് ആയിട്ടൊക്കെ ഇരുന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ട്വിങ് ട്വിങ്.